إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം 4 ഖലീഫമാരാണ് ഇസ്ലാമിക ഭരണം നടത്തിയതും ഇസ്ലാമിക സമൂഹത്തിന് മക്കയിലും മദീനയിലും ഇസ്ലാം രാജ്യങ്ങളിലുമൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത്. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ആ കാലഘട്ടം ഉണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു ഏതാണ്ട് ഒരു 2.5 വർഷവും ഉമർ റളിയല്ലാഹു അതിനുശേഷം ഒരു 10 വർഷത്തോളമാണ് ഖിലാഫത്ത് നടത്തിയത്. പിന്നീട് അവർക്ക് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഖലീഫയായി നിയുക്തനായത്. അദ്ദേഹം അവസാനം വധിക്കപ്പെടുകയാണ് ചെയ്തത്, കൊല്ലപ്പെടുകയാണ് ചെയ്തത്. കുറേ കാരണങ്ങളും ഒക്കെ അതിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം പിന്നീട് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ഖിലാഫത്തിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ആ കാലത്തോടു കൂടി ഇസ്ലാമിക ലോകത്തുണ്ടായി വന്ന തുടക്കം കുറിച്ചൊരു വിഭാഗമാണ് ഷിയ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇന്നൊക്കെ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഷിയ എന്ന് പറയുന്ന വിഭാഗം രൂപപ്പെട്ടു വരുന്നു. ഷിയത്തു അലി എന്ന പേരിൽ. ഇത് ആദ്യകാലത്ത് തുടങ്ങുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന നിലക്കായിരുന്നു. 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് മുആവിയ അധികാരമേൽക്കുകയുണ്ടായി. അങ്ങനെ അവർ തമ്മിലുള്ള ആരാണ് വേണ്ടത് വേണ്ടാത്തത് എന്ന തർക്കം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ഇപ്പോൾ നമ്മൾ കാണുന്ന വിധം മതരംഗത്തെ ഇസ്ലാമിനകത്ത് എന്ന് പറയാം, ആ രീതിയിൽ വളരെ പ്രബലമായ ചേരിതിരിഞ്ഞ 2 കക്ഷികളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ഇറാനിൽ നടക്കുന്ന, ഇസ്രായേൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് നിത്യേനെ.
അതിലൊരു ഭാഗത്ത് നിൽക്കുന്നത്, ഇറാൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഷിയ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്, ഒരു വിഭാഗമാണ്. പുതിയ മുസ്ലിങ്ങളായിട്ട് അവരെ എല്ലാവരും അംഗീകരിക്കുന്നു, മുസ്ലിമിൻ്റെ അകത്തുള്ളൊരു വിഭാഗമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. പക്ഷെ എന്താണ് ഈ വിഭാഗവും അതിൻ്റെ കേരളത്തിലെ സ്വാധീനവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഷിയ എന്ന് പറയുന്ന ആ വിഭാഗം അലി അള്ളാഹുവിൻ്റെ പേരിൽ രൂപപ്പെട്ടതാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുണ്ടായതാണെങ്കിലും പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ അവസാന കാലത്ത് മുസ്ലിമായ ഒരു ജൂതൻ അബ്ദുല്ലാഹിബിൻ സബ്, അത് യമനിലെ സന്നാഴ്കാരനായിരുന്നു, സൗദ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേര്. അദ്ദേഹം മുസ്ലിമായി, പ്രത്യക്ഷത്തിൽ മുസ്ലിമായി, യഥാർത്ഥത്തിൽ അയാൾ ജൂതനായിരുന്നു. ആ ജൂതൻ മുസ്ലിങ്ങൾക്കിടയിൽ പല രാജ്യങ്ങളിലും, ഈജിപ്തിലും സിറിയയിലുമൊക്കെ, അന്നുള്ള സിറിയൻ്റെ ഭാഗങ്ങളിലും ഷാമിലൊക്കെ എല്ലായിടത്തും ഓടി നടന്ന് ഒരു പുതിയ ആശയം ജനങ്ങളിൽ പ്രചരിപ്പിച്ചു മുസ്ലിങ്ങൾക്കിടയിൽ. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പേരിൽ ഒരു കള്ള റിപ്പോർട്ട് അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇന്നലി കുല്ലി നബിയിൻ വസിയുൻ വഅലിയുൻ വസിയി. എല്ലാ ഓരോ നബിമാർക്കും തൻ്റെ കാലശേഷം നിയുക്തനാകുന്ന, നിർദ്ദേശിക്കപ്പെടുന്ന ഒരാളുണ്ടാവും, വസിയത്ത് അടിസ്ഥാനത്തിൽ വരുന്ന ഒരാളുണ്ടാവും. എൻ്റെ കാലശേഷം വരേണ്ട ആൾ അലിയാണ് എന്ന് നബി പറഞ്ഞു എന്ന് കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ അദ്ദേഹം ഉയർത്തി വിട്ടിരുന്നൊരു സംശയമുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം, നിങ്ങൾ നോക്കണം ആളുകളുടെയൊക്കെ ഓരോ രീതിയിലുള്ള ചിന്തകൾ. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഈസാ നബി ഇറങ്ങി വരുന്ന വിശ്വസിക്കുകയും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. മുഹമ്മദ് നബിയും ഇറങ്ങി വരും, അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകളുടെ ഇടയിൽ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു, പല കള്ള ഹദീസുകളും ഉണ്ടാക്കി. അങ്ങനെ ഒരു കക്ഷി രൂപപ്പെട്ടു വന്നു. ഈ കക്ഷി മുസ്ലിം ലോകത്തെ രണ്ടായി, നടുക്ക് തന്നെ രണ്ടായി പിളർത്തി. യുദ്ധങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, കലാപങ്ങളുണ്ടായി. അതിൽ കർബലയിൽ വെച്ച്, ഇതൊക്കെ ഈ ആളുകൾക്ക്, ഈ പേരുകൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് പരിചയമുള്ള പേരുകളാണ്, ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇറാഖിലെ കർബലയിൽ വെച്ച് ഒരു യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം 61 കൊല്ലപ്പെട്ടു. മുഹറം മാസം 10 അത്. നമ്മളൊരു മുഹറം മാസത്തിലാണ് ഇപ്പോഴുള്ളത്. മുഹറം മാസം 10 ഉള്ളത്. ആ ദിവസത്തെ ഈ ഷിയ വിഭാഗം, അവരുടെ കക്ഷിയാണ് ഹുസൈൻ എന്നാണ് അവർ വാദിക്കുന്നത്. അവരുടെ കക്ഷിയായിട്ട് അവർ അറിയപ്പെടുന്നത് അലി റളിയല്ലാഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും മക്കളായ ഹസൻ, ഹുസൈൻ എന്നിവരെയുമാണ്. അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായിട്ട് അവർ ദുഃഖമാചരിക്കുകയും എല്ലാ വർഷവും, ഈ വർഷമടക്കം മുഹറം 10 വരുമ്പോൾ അവർ ദുഃഖമാചരിക്കുകയും പല തരത്തിലുള്ള ആചാരങ്ങളും അവർ നിൽക്കുന്ന ഏരിയകളിൽ നടത്തുകയും ചെയ്യാറുണ്ട്. അതിനെ ശകുനം പിഴച്ച ദിവസമായിട്ടും മാസമായിട്ടും അവർ കാണുന്നു. നമ്മുടെ കേരളത്തിലെ ഈ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗത്തിൻ്റെ അടുക്ക് ഇപ്പോൾ നിലനിൽക്കുന്നൊരു വിശ്വാസമാണ് മുഹറം മാസം ശകുനം പിഴച്ച മാസമാണ്, അത് മറഞ്ഞു കാണാൻ പാടില്ല, മുഹറം 10 കഴിയുന്നത് വരെ വളരെ ഗൗരവമുള്ള, ഉത്തരവാദപ്പെട്ട, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇത് അവരിൽ നിന്ന് നമ്മളിലേക്ക് വന്നതാണ്. എങ്ങനെയാണ് അവർ നമ്മളിലേക്ക് വരുന്നത്? അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നമ്മളതൊക്കെ അറിഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന ഒരു നേർച്ച, ഇതൊക്കെ നമ്മൾ അറിയേണ്ട സംഗതികളായതുകൊണ്ടാണ് മിമ്പറിൽ വെച്ച് പറയുന്നത്. കൊണ്ടോട്ടി നേർച്ച 14 വർഷം മുമ്പ് അത് നിന്നുപോയിരുന്നു. ഈ വർഷം വീണ്ടും അത് തുടങ്ങി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കൊട്ടും ബഹളവും ആർഭാടവും ആർപ്പും വിളിയും ഒക്കെ നമ്മൾ കണ്ടതാണ്, ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ രണ്ടാമത് തുടങ്ങിയപ്പോൾ ഈ കൊണ്ടോട്ടി നേർച്ച ഏതാണ്ട് 1717 ബോംബെയിൽ നിന്ന് വന്ന മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷീഈ തങ്ങൾ എന്നാണ് അവർ പറയുക, ഒരു ഷീഈ മനുഷ്യൻ തുടങ്ങിയതാണ് ഈ കൊണ്ടോട്ടി നേർച്ച. എല്ലാ ഷിയ ആചാരങ്ങളും അദ്ദേഹം അവിടെ നടപ്പാക്കിയിരുന്നു.
ആ ഷിയ ആചാരങ്ങളാണ് ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ ഇവിടുത്തെ സുന്നികൾ ഷിയ ആചാരമാണ് നടപ്പാക്കുന്നത്. പേരങ്ങനെയാണെങ്കിലും നടപ്പാക്കുന്നത് മുഴുവൻ ഷിയ ആചാരമാണ്. ഒരുപാട് വളരെ അപകടകരമായ പ്രവണതകളുടെ നമുക്ക് പറയാൻ സമയം ഉണ്ടാവില്ല, അത്ര അപകടകരമായ പ്രവണതകൾ അവിടെ വെച്ച് ഉയർത്തിയിരുന്നു. ഈ ഷിയ നേതാവാണ് ഈ ഭാഗത്തുള്ള എല്ലാ ആചാരങ്ങളും നടപ്പാക്കിയത്. അതിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ മുഹറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വർഷം ഈ ഏപ്രിൽ 9 അതിൻ്റെ കൊടി ഉയർത്തുകയും ആ നേർച്ച അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. ആ നേർച്ചയുടെ ഒരു വീഡിയോ നിങ്ങൾ എടുത്തു നോക്കുക. അതിൽ കാണാം, മുന്നിൽ പിടിച്ച ബാനറിൽ എഴുതി വച്ചിരിക്കുന്നത് യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്നാണ്. അവരുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ആരാണ് ഇവരൊക്കെ? മുഹമ്മദ് നബിയെ നമുക്കറിയാം. അതിനുശേഷം വരേണ്ട പേരാരാ? സ്വാഭാവികമായിട്ട് അങ്ങനെ എഴുതുകയാണെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ പറഞ്ഞ് ഈ 3 ആളെ ഒഴിവാക്കിയിട്ട് അലി റളിയല്ലാഹുവിൻ്റെ പേരാണ് ഇപ്പോഴും എഴുതിയിരിക്കുന്നത്. ഫാത്തിമയാണ്, പിന്നെ ഹസനും ഹുസൈനുമാണ്. ഷിയാക്കൾ ആചാരമാണ്. അത് ഷിയ വേരുകൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് അവിടെ നിന്നാണ്. ആ വേരുകളാണ് ഇപ്പോഴും നമ്മുടെ സുന്നിയത്ത് എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്ന ആചാരം മുഴുവൻ ഷിയാക്കളുടെ. ഈ മുഹറം 10 ഈ ഇറാനിലോ ബഹ്റൈനിലോ ഷിയാക്കളുടെ ഏരിയയിലൊക്കെ പോയാൽ കാണാം ഇതേപോലെ ദുഃഖാചരണം നടത്തുന്നത്. വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഷിയാക്കളുണ്ട്. ആ ഷിയ വിഭാഗം ഈ മുഹറം 10 ദിവസങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയൊക്കെ പേരെഴുതിയ പോത്തുകളെ കൊണ്ടുവന്ന് യാ ഹുസൈൻ, യാ ഹുസൈൻ എന്ന് ഉറക്കെ വിളിച്ചിട്ട് അവരെ കറുത്ത് കളയും പരസ്യമായിട്ട്. അത്ര ഷിയ വിശ്വാസം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. പക്ഷെ ഈ വിശ്വാസങ്ങളൊക്കെ സുന്നിയായിട്ടാണ് അറിയപ്പെടുന്നത്. സുന്നി വിശ്വാസം, ഇതൊന്നും സുന്നി വിശ്വാസമല്ല, അഹ്ലു സുന്നന്റെ വിശ്വാസമല്ല ഇത്. ഇതൊക്കെ ഷിയ വിശ്വാസമാണ്. ഈ മുഹറം മാസത്തെ പറ്റിയുള്ള ഈ എല്ലാ തെറ്റിദ്ധാരണകളും ഷിയ വിശ്വാസത്തിന് വന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മാസത്തെ പറ്റി ഇങ്ങനെ ഒരു ധാരണ, സഫർ മാസത്തെ പറ്റി. സഫർ മാസം ശകുനം പിഴച്ച മാസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ധാരണ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് വിവാഹം നടത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും ആ മാസങ്ങളിൽ മാറ്റിവെക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിവാഹങ്ങൾ അധികവും നടന്നത് സഫർ മാസത്തിലാണ്. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണത്. റസൂൽ പറഞ്ഞത് എന്താ പറയുക? നിങ്ങൾ ലാ ദുവാ വലാ തീറത്ത വലാ ഹാമത്ത വലാ സഫറ. റസൂൽ പറയുന്നത് ഈ പിശാജ് മുഖേന രോഗപകർച്ചയില്ല. രോഗം പകരും, പക്ഷെ പിശാജ് രോഗം പകർത്തുക എന്ന ധാരണ ശരിയല്ല. വലാ തീറത്ത, ലക്ഷണം നോക്കുന്ന സംഗതി ശരിയല്ല. ഏതെങ്കിലും കാണുമ്പോൾ ആ ലക്ഷണവും ലക്ഷണക്കേടും തീരുമാനിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിലെ ബാധിക്കുമെന്ന അന്ധവിശ്വാസം, ഇത് തെറ്റാണെന്ന് റസൂൽ പറയുന്നു. മൂന്നാമത് പറയുന്നത് വല ഹാമത്ത, കൂമൻ പക്ഷിയെ സംബന്ധിച്ചൊരു വിശ്വാസം നിലനിന്നിരുന്നു, അതില്ല എന്ന് പറഞ്ഞു. കൂമൻ പക്ഷിയെ പറ്റി നിലനിന്നിരുന്ന വിശ്വാസം, അത് ഈ ഏതെങ്കിലും മരിച്ച വ്യക്തിയോട് അയാളോടുള്ള കടമകൾ നിർവഹിക്കാതെ പോയാൽ ആ വീട്ടിൻ്റെ മുകളിൽ വന്ന് കൂവുമെന്നും മൂളുമെന്നും ആ ബാധ്യതകൾ അയാളോടുള്ള കടപ്പാടൊക്കെ നിർവഹിച്ച് അയാളുടെ ആത്മാവിന് ശാന്തി നൽകുമ്പോഴേ ഈ കൂമൻ പക്ഷി കൂങ്ങൽ അതിൻ്റെ മുറുകൽ നിർത്തുകയുള്ളൂ എന്നൊക്കെ വിശ്വാസം അന്നുണ്ടായിരുന്നു. അതിൻ്റെ അയക്കേണ്ട അതേ രൂപത്തിലൊക്കെയുള്ള വിശ്വാസം ഇന്ന് നിലനിൽക്കുന്നു. അത് ശരിയല്ല. നാലാമത് പറയുന്നത് വലാ സഫറ, സഫർ മാസം അഭിശപ്തമാണ്, നഹ്സുള്ള മാസമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ പറയുകയുണ്ട്. അന്ന് സഫറാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഭാഗങ്ങളിൽ സഫറിനാണ് ഈ പ്രശ്നമുള്ളത്. ഇവിടെ നമ്മുടെ ഭാഗത്തൊക്കെ മുഹറം മാസം ശകുനം പിഴച്ച മാസമാണ് എന്ന് ധരിക്കുന്നു. ഇതൊന്നും ഇസ്ലാമികമായിട്ട് ഒരു ന്യായീകരണവുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ളൊരു വിഷയം, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ആ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഇസ്ലാമിൻ്റെ വിശ്വാസവും ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു ബന്ധങ്ങളും ഒക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇതിലൊന്നുമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിശ്വാസങ്ങൾ കൊണ്ടുവരാൻ യാതൊരു ന്യായവുമില്ല. ഈ ഷിയ വിഭാഗങ്ങൾ, ഒരുപാട് വിഭാഗങ്ങൾ, ഇറാനിലുള്ള ഇസ്നാശരിയ വിഭാഗം, ഇമാമിയ വിഭാഗം, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. കടുത്ത ഷിർക്ക് കലർന്ന വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ തന്നെ
നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ആ ഉദാഹരണങ്ങൾ പറയുന്നത്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ ആത്മീയ നേതാവായി അറിയപ്പെടുന്ന ആയത്തുള്ള ഖാമിനായി അദ്ദേഹത്തിൻ്റെ പല ക്ലിപ്പിങ്ങുകൾ നമ്മൾ കണ്ടു. അലി റളിയല്ലാഹുവിൻ്റെ ഖബറെടുക്കൽ പോയിട്ട് തല താഴ്ത്തി വണങ്ങി സുജൂദ് പോലെ നിന്ന് യാ അലി യാ അലി എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുമായിട്ട് ബദ്ധവൈരുദ്ധ്യമാണ് അവർക്കുള്ളത്. അലിയോട് അലി സാധാരണ ഒരു മനുഷ്യനാണ്. 4 ഖലീഫമാരിൽ 4-ാമത്തെ ആളാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖിലാഫത്ത് കിട്ടേണ്ടത് അലി റളിയല്ലാഹുവിനായിരുന്നു. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. ഈ 3 പേരും അത് തട്ടിയെടുത്തതാണ്. അവരെ ശപിക്കുന്നു. ഈ അബൂബക്കർ റളിയല്ലാഹുവിനെ ശപിക്കുന്നു, ഉമർ റളിയല്ലാഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹുവിനെയും ശപിക്കുന്നു. അവർ ആ പേര് കേൾക്കുമ്പോൾ ശപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെല്ലുമ്പോൾ ഈ വിഭാഗം ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയില്ല. പോകണമെന്ന് നിയമമൊന്നുമില്ല, പോകാം, സലാം പറയാം. പക്ഷെ അവർക്കുള്ള ന്യായമാണ് അതിൽ പരിഗണിക്കേണ്ടത്. അവർ പറയുന്ന ന്യായം ലൗലാ സാഹിബാക് ലസുർനാക്, നബിയെ അങ്ങയുടെ 2 കൂട്ടുകാരാണ് നിങ്ങളുടെ അടുക്കൽ കിടക്കുന്ന, അബൂബക്കറാണ്, ഒന്ന് ഉമറാണ്. ആ 2 പേരും അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾ സന്ദർശിക്കുമായിരുന്നു. ആ 2 പേരിലൂടെ ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന്. അത്ര 4 ഖലീഫമാരെല്ലാം 3 പേരെയും ശപിക്കുകയും ശാപപ്രാർത്ഥന അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ്. അതിനേക്കാൾ അപകടകരമായ വിശ്വാസങ്ങൾ ഷിയാക്കൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഹല്ല ഫീഹി റൂഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ ആത്മാവ് അലിയിൽ ആവാഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇറാനിൽ നിന്നുള്ള ബാങ്കുകൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കേൾക്കാം. അതിൽ അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ്, ബാങ്കിന്റെ കൂടെ അവർ പറയുന്നതാണ് അലി അള്ളാഹുവിന്റെ വലിയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. ബാങ്കിൽ അവർ ചേർത്തതാണ്. ചില ഇമാമിയ വിഭാഗത്തിന്റെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ പല ഭാഗങ്ങളും നിലവിലില്ല എന്നാണ്. അതൊക്കെ അബൂബക്കർ ഉമർ തിരുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വളരെ അപകടകരമായ വിശ്വാസങ്ങളും വളരെ അപകടകരമായ ആചാരങ്ങളും ശരിയായ അഹ്ലുസുന്ന വൽ ജമാഅത്ത് പോലെയുള്ള ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഇവർ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന കുറേ വിശ്വാസങ്ങളുടെ വഴിയാണ്, ഈ കൊണ്ടോട്ടി തങ്ങന്മാർ വഴി വന്നതാണ് ഈ മുഹറവുമായി ബന്ധപ്പെട്ട മുഴുവൻ വികൃതമായ ആചാരങ്ങൾ. ഒരു സംഭവം കൂടി നിങ്ങൾ ഓർത്തു നോക്ക്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ പഴയ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 921 കാലത്ത് കോളറ വ്യാപകമായിട്ട് വസൂരി വ്യാപിച്ചിരുന്നു. ചികിത്സയൊക്കെ കുറഞ്ഞ കാലമാണ്. അന്ന് ആ കോളറയുടെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ആളുകൾ പാടി പറഞ്ഞിരുന്നൊരു പാട്ടുണ്ട്. പല പാട്ടൊക്കെ ഷിയ പാട്ടുകളാണ്, ആ ആദർശമുള്ള പാട്ടുകളാണ്. അതിലൊരു പാട്ട് നിങ്ങൾ നോക്കൂ, ലീ ഹംസത്തുൻ ഉത്ഫി ബിഹിം ഹർറ ജഹീം, എനിക്ക് 5 പേരുണ്ട്. നമുക്ക് അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല, ഈ ഷിയ ആദർശം നമ്മുടെ ഇടയിൽ സ്വാധീനിച്ചാണ്. ലീ ഹംസത്തുൻ ഉത്ഫി ബിഹി നാറ ജഹീം, എനിക്ക് 5 പേരുണ്ട്. ആ 5 പേര് വഴിയാണ് ഞാൻ നരകാഗ്നി പോലും അണച്ചു കളയും. ആരൊക്കെയാണ്? അൽ ഹാത്തിമത്തുൽ മുസ്തഫ, ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അൽ മുർത്തല അലിയുൽ മുർത്തല വബ്നാഹുമ, അവർ 2 പേരുടെയും മക്കളായ ഹസൻ ഹുസൈൻ, വൽ ഫാത്തിമ, അവരുടെ ഉമ്മ ഫാത്തിമയും. നോക്ക് നിങ്ങൾ, നബി, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, 5 പേരെ തേച്ചുണ്ടാക്കി. ഇവരെ പേര് പറഞ്ഞ് പാടി അവരോട് പ്രാർത്ഥിച്ച് അവരുടെ തവസ്സുലൊക്കെ ചെയ്ത് ആ രോഗമൊക്കെ മാറ്റാൻ കഴിയുന്ന തനി ശിർക്കൻ വിശ്വാസം ഈ നാട്ടിൽ നിലനിന്നിരുന്നു. അതേ വിശ്വാസം ഇപ്പോഴും, അതിന്റെ വകഭേദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ആ നിന്നുപോയ നേർച്ചയും ജാറവും ഒക്കെ വീണ്ടും പുനരുദ്ധരിപ്പിക്കുന്നു. വളരെ ബോധപൂർവമായ ഷിയ പ്രചരണമാണിത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ തൂക്കുന്ന കലണ്ടറുകളുണ്ട്, തീയതി അറിയാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ഈ യാഥാസ്ഥിക വിഭാഗങ്ങൾ ഇറക്കുന്ന കലണ്ടറുകൾ നിങ്ങൾ നോക്കുക, അതിൽ കാണാം നെഹസിന്റെ ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കലണ്ടറിലും. ലക്ഷണം കെട്ട ദിവസങ്ങൾ മുഹറം 1 മുതൽ 10 വരെ ലക്ഷണം കെട്ട ദിവസമാണ്. കലണ്ടറിൽ പല കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഈ വിഭാഗം ഇറക്കുന്ന ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ ഇറക്കുന്ന കലണ്ടറിൽ കാണുന്നത് ഇതാണ്, നെഹസിന്റെ ദിവസം. അങ്ങനെ നെഹസില്ല, അങ്ങനെ ഒരു അഭിശപ്തമായ ഒരു ദിവസം നമ്മൾക്കില്ല. എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാം നല്ലതാണ്. ഒക്കെ അള്ളാഹു സൃഷ്ടിച്ച മാസങ്ങളാണ്. ചിലതിന് ചില പ്രാധാന്യങ്ങൾ, പവിത്രതകൾ, വിശുദ്ധികൾ നൽകിയിട്ടുണ്ട്. അതല്ലാതെ മറ്റ് രീതിയിൽ ഈ രീതിയിൽ ഒന്നുമില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന
ഇത്തരം അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് ശരിയായ ബോധം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞോ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞോ, അതിനുശേഷം ഒരു മത നിയമവും ഉണ്ടാവില്ല. ഹിജറ 61 ഹുസൈൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾക്കൊരു ആചാരം ഉണ്ടാവില്ല. കാരണം റസൂൽ മരിച്ച് പിന്നെയും 71 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണത്. 51 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. ആ വർഷങ്ങൾക്ക് ശേഷം ഒരു മതനിയമം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, നമ്മളുടെ സാധാരണ ശൈലിയിൽ പോലും അതിൻ്റെ സ്വാധീനം കാണാം. അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു എന്ന് പറയും. ഉമറും ഉസ്മാനൊക്കെ അങ്ങനെ പറയും. അലി റളിയല്ലാഹുവിനെ പറയുമ്പോൾ ഇമാം അലി എന്നാണ് പറയാ. ബാക്കിയുള്ളവരെന്താ ഇമാമല്ലേ? എന്താ ഇമാം ഹസനും ഇമാം ഹുസൈനും വരുന്നത്? ഷിയാക്കൾ ഉപയോഗിച്ച് പരിചയിച്ച പദങ്ങളാണത്. അവരെ മാത്രം ഇമാമായി കാണുന്നു. അബൂബക്കറിനെ ഇമാം അബൂബക്കർ പറയാറില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേര് കേൾക്കുമ്പോൾ ഒരു ബീവി ചേർക്കും. നമ്മളുടെ ഇടയിൽ പേരുകളിൽ പോലും അതിൻ്റെ സ്വാധീനമുണ്ട് പലതും. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഈ ഷിയാക്കൾ, ഈ വിഭാഗം നേർച്ചയും വഴിപാട് മാറ്റി കൊണ്ടോട്ടിയിൽ നടത്തിയ ഏർപ്പാടുകളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ സ്വാധീനിച്ചപ്പോൾ ആ ഷിയായിസത്തിൻ്റെ അംശങ്ങളും ഭാഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു. ജാഗ്രത പുലർത്തുക, ശ്രദ്ധിക്കുക. നമ്മളുടെ വിശ്വാസം വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലും നബിചര്യയുടെ അടിസ്ഥാനത്തിലുമാണ് ഉണ്ടാകേണ്ടത്. അത് ഇല്ലാത്തൊരു വിശ്വാസവും ആചാരവും നമ്മൾക്കില്ല. ഖുർആനും ഹദീസും പൂർണ്ണമാക്കിയതാണ്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ അവതരിച്ച വല്യവും അക്മൽതുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വിദായിൽ വെള്ളിയാഴ്ച ദിവസം റസൂൽ നിൽക്കുമ്പോൾ ഇറങ്ങിയ ആയത്താണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വാത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ മതമായി തൃപ്തിപ്പെട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് മതം പൂർത്തിയാക്കിയ, അതിൽ കൂട്ടാനും പാടില്ല, കുറക്കാനും ആർക്കും അവകാശമില്ല. പുതിയ ആചാരങ്ങൾ പിന്നീട് വരാൻ പാടില്ല. ഉള്ളത് ഒഴിവാക്കാനും നമ്മൾക്ക് അവകാശമല്ല. മതം അവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മളെല്ലാം ഇപ്പോഴും ഓർക്കണം. മതത്തിൻ്റെ പൂർണ്ണത റസൂൽ മരിക്കുന്നതോടുകൂടി കഴിഞ്ഞു. അതിനുശേഷം മതത്തിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് പല കാരണങ്ങൾ കൊണ്ടും പലതും നമ്മുടെ ഇടയിലൊക്കെ സ്വാധീനിക്കും. അതിനെക്കുറിച്ചൊക്കെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതലേ അവൻ്റെ രേഖയിലുള്ളത് മാസങ്ങളുടെ എണ്ണം 12 എന്നാണ്. നമ്മൾ എണ്ണുന്ന 12 മാസം അള്ളാഹു അങ്ങനെ രൂപപ്പെടുത്തിയതാണെന്ന്. അറബി മാസം അങ്ങനെ രൂപപ്പെടുത്തിയ, ഇംഗ്ലീഷൊക്കെ അങ്ങനെ തന്നെ. ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതലേ അങ്ങനെയാണ്. ആ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്, പരിശുദ്ധമായ മാസങ്ങളാണ്. ആ മാസത്തിൽ നിങ്ങൾ ആത്മദ്രോഹമൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 12 മാസം എന്നതിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം. ദുൽഹിജ്ജയാണ് അതിൽ അവസാനത്തെ മാസം. ആ മാസങ്ങളൊക്കെ ഒരേപോലെയാണ്. ചില മാസങ്ങൾക്ക് ചില പ്രത്യേകത. റംസാൻ മാസം നോമ്പ് വരുന്ന മാസമാണ്, ഒക്കെയുണ്ട്. റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയുമില്ല. നബി ജനിച്ചു മരിച്ചു എന്നൊന്നും മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. ഒരു പ്രാധാന്യം റസൂൽ കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ ആയത്തിൽ തന്നെ പറയുന്നത് 4 മാസങ്ങൾക്ക് അള്ളാഹു പ്രത്യേക വിശുദ്ധി കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ആ 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 തുടർച്ചയായിട്ട് വരുന്ന മാസം. പിന്നെ 4-മത്തെ റജബ് മാസം. ജാഹിലിയ കാലത്ത് തന്നെ മുതിർ ഗോത്രക്കാർ പവിത്രമായി കരുതിയിരുന്നൊക്കെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. ഈ 4 മാസങ്ങളാണ് പവിത്രമായ മാസം. ഇതിൽ എന്തൊക്കെ പാടുണ്ട്, പാടില്ല പവിത്രതയുടെ പേരിൽ? ഏറ്റവും അതിലാദ്യം വരുന്നൊരു സംഗതി യുദ്ധം നിഷിദ്ധമാണ് എന്നാണ്. ഹജ്ജിന് വരുന്ന മാസമാണ്, തിരിച്ചു പോകുന്ന മാസങ്ങളാണ് ആദ്യം പറഞ്ഞ 3 മാസങ്ങളൊക്കെ.
യാത്രയുടെ സൗകര്യവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ആവശ്യമുണ്ട്. ഒരു കാരണവശാൽ യുദ്ധം നടക്കരുത് എന്നാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നൊരു യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള അനുമതി ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെയുള്ളൊരു വിശുദ്ധി. പിന്നെ പവിത്രമാണ് എന്നാണ്. ആ പവിത്രത്തെ പറ്റി റസൂല് പറഞ്ഞത് അഫ്ളലു സിയാമി ബഅദ ഷഹ്റുല്ലാഹി ബഅദ റമളാൻ ഷഹ്റുല്ലാഹി മുഹറം. റസൂല് പറയുന്നത് റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ ഇഷ്ടപ്പെട്ട പ്രാധാന്യമുള്ള നോമ്പ് ഷഹ്റുല്ലാഹി മുഹറം. ആ വാക്ക് ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പ് എന്നാണ്. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. ഷഹ്റുല്ലാ എന്നാണ് ഈ മാസത്തെ അള്ളാഹുവിൻ്റെ റസൂൽ വിശേഷിപ്പിച്ചത്. ആ മാസമാണ് നമ്മളിപ്പോൾ പറയുന്നത് ശകുനം പഴച്ചതാണ്, നെഹസാണ്, ലക്ഷണം കെട്ടതാണ്, 10 കഴിയുന്നത് വരെ ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല, തീരുമാനം എടുക്കാൻ വീട്ടിൽ കയറി താമസിക്കാൻ പാടില്ല, വിവാഹം നിശ്ചയിക്കാനോ നടത്താനോ പാടില്ല, യാത്ര തീരുമാനിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ നോക്കുക, ഏറെ തിരിച്ച് വരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പെടുത്തിരുന്നു. അതിൻ്റെ പ്രത്യേകത കാരണമായിട്ട് പറയപ്പെടുന്നത് ഹദീസുകൾ വന്നിട്ടുള്ളത്, ജൂത സമൂഹവും ഇതേ നോമ്പെടുത്തിരുന്നു. റസൂൽ സല്ലല്ലാഹു വരുന്ന സമയത്ത്, മക്കയിലായിരുന്ന സമയത്ത് റസൂൽ ആ നോമ്പ് മക്കയിൽ നിന്ന് ഒറ്റക്കെടുത്തിരുന്നു. റമളാൻ മാസം നിർബന്ധമാകുന്നതിന് മുമ്പാണത്. അതിനുള്ള കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിയും അതിന് മുമ്പുള്ള ഈസാ നബിൻ്റെ മുമ്പുള്ള നബി മൂസാ നബി അലൈഹി ഇസ്ലാമിയും അദ്ദേഹത്തിൻ്റെ സമൂഹവുമായി നടന്ന സംഘടനകളും പ്രബോധന പ്രവർത്തനങ്ങളുമുണ്ട്. ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്നതായിരുന്നു മൂസാ നബിയുടെ ഒരു ദൗത്യം. ഫിറോന്റെ മർദ്ദനങ്ങളിൽ നിന്ന് അടിമകളായ ആ വിഭാഗത്തെ മോചിപ്പിക്കുകയും ഫറോവയെയും ഫിറോവിനെയും കൂട്ടരെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമായിരുന്നു അത്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ജൂതന്മാർ നോമ്പെടുത്തിരുന്നു. മൂസാ നബിന്റെ ആളുകളാണ് ജൂതന്മാരെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ സമൂഹത്തിൽപ്പെട്ടവരാണ്. ആ നോമ്പ് റസൂലുള്ളാഹി മക്കയിൽ വെച്ച് എടുത്തിരുന്നു. പക്ഷേ മദീനയിൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ റമളാൻ മാസത്തെ നോമ്പ് നിർബന്ധമായപ്പോൾ ആ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഈ നോമ്പ് താല്പര്യമുള്ളവർ ചെയ്താൽ മതി എന്ന് പറയുകയും ചെയ്തു. അവസാന വർഷം റസൂല് ആ മുഹറം 10 നോമ്പ് ജൂതന്മാരും നോൽക്കുന്നുണ്ടല്ലോ, നമ്മൾക്കൊരു വ്യത്യാസം വേണ്ടേ എന്ന് നിലക്ക് റസൂല് പറഞ്ഞത്, ലൻ ബഖീതു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലാസൂമന്നത്താസിയ, ഞാൻ 9 കൂടി അതിൻ്റെ കൂടെ നോൽക്കുമെന്ന് റസൂല് പറഞ്ഞു. പക്ഷേ ആ റബീഉൽ അവ്വൽ പകുതിയായപ്പോഴേക്കും റസൂൽ വഫാത്തായി. പക്ഷേ റസൂലിൻ്റെ ആ വാക്ക് പരിഗണിച്ചുകൊണ്ട്, റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കാമെന്ന് തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മുഹറം 9, 10 ദിവസങ്ങളിലൊക്കെ നമുക്ക് നോമ്പെടുക്കാം. വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചെടുത്ത് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് ഹേതുവാകും, കാരണമാകുമെന്ന് റസൂൽ വിശദീകരിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളതെന്ന് ഓർക്കുക. അള്ളാഹുവിൻ്റെ വിധിയും വിലക്കുകളും ഒക്കെ നല്ല സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക. അബദ്ധങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ അറിയാതെ പലരും ഇങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ കാണും. അറിയാതെ വന്ന് ചേരുന്നതുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ എപ്പോഴും ബോധവാന്മാരാവുക. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ മുമ്പിൽ ഒരു വിചാരണയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന നല്ല